100 മേനി അവിടെ നിന്ന് വിളവ് കിട്ടും. അതായിരുന്നു ഇസ്രായേലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. കായ്ഫലമില്ലാത്ത അനുഭവത്തിൽ നീ വേദനയോടെ പ്രയാസത്തോടെ ആണെങ്കിൽ ദൈവവചനത്തെ മുറുകെ പിടി. ഇന്നു മുതൽ എന്റെ ദൈവം എന്നെ അനുഗ്രഹിക്കൂ. ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിത്ത് ഇനിയും കളപ്പുരയിൽ കിടക്കുന്നുവോ? മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളവും ഒലിവ് മരവും കായ്ക്കുന്നില്ലയോ? ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഇതിൻ്റെ അന്തസത്തയിലേക്ക് നമ്മൾ കടക്കുന്ന സമയങ്ങളിൽ ഹഗ്ഗായി പ്രവാചകനിലൂടെ ദൈവം കൊടുക്കുന്ന ചില ദൂതുകളാണ്, അല്ലെങ്കിൽ ചില ആലോചനകളാണ് നമുക്കിവിടെ വായിക്കുവാനായിട്ട് കഴിയുന്നത്. ഇസ്രായേൽ ദേശത്തെക്കുറിച്ചും ഇസ്രായേൽ മക്കളെക്കുറിച്ചുമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ആ രാജ്യത്തെക്കുറിച്ച് ഇങ്ങനെയാണ്: പാലും തേനും ഒഴുകുന്ന രാജ്യം. കേട്ടിട്ടുണ്ടായിരിക്കും, ബൈബിളിൽ തന്നെ അങ്ങനെ എഴുതിയിട്ടുണ്ട്. മാത്രമല്ല, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആ മണ്ണ് എന്ന് പറയുന്നത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നല്ല ഫലപുഷ്ടിയുള്ള ഒരു മണ്ണാണ് എന്നുള്ളതും നമുക്ക് അവിടെ മനസ്സിലാക്കുവാൻ കഴിയും. കാരണം ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അത്രത്തോളം ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടായിരുന്ന, അനുഗ്രഹമുള്ള ഒരു രാജ്യമായിരുന്നു. സ്തോത്രം. അപ്പം ദൈവം വേർതിരിച്ച അനുഭവം തന്നെ ഇന്നും നാം പല രാജ്യങ്ങളിലേക്കും നോക്കുന്ന സമയത്തിൽ വലിയ വലിയ ലോകരാജ്യങ്ങളുടെ ഉച്ചകോടിയിലൊക്കെ പോയാൽ അവിടെ വരുന്ന ഏറ്റവും ഉയർന്ന ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ, പ്രധാനികൾ വന്നിരിക്കുമ്പോൾ അവിടെ നിരത്തി വയ്ക്കുന്ന ഫ്രൂട്ട്സ്, അല്ലെങ്കിൽ അവിടെ കൊണ്ടുവയ്ക്കുന്ന ജ്യൂസ്, അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം, ഇതൊക്കെ എവിടെ നിന്ന് ചോദിച്ചാൽ ഇസ്രായേലിൽ നിന്നാണ്. കാരണം അത്രത്തോളം വിലപിടിപ്പുള്ളതും അത്രത്തോളം ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ അന്ന് മാത്രമല്ല ഇന്നും ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിക്കുന്നു, അല്ലെങ്കിൽ ഇസ്രായേൽ ആ രാജ്യത്തിൽ നിന്ന് കൃഷി ചെയ്ത് എടുക്കുന്നു. അതൊരു ദൈവത്തിൻ്റെ വാഗ്ദത്വമായിരുന്നു. പക്ഷേ ഇസ്രായേൽ പിന്മാറ്റത്തിലേക്ക് കടന്നുപോയി. ഇസ്രായേലിനെ ദൈവം വളരെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന സമയം. പക്ഷേ അവരുടെ പിന്മാറ്റ നിമിത്തം പെട്ടെന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം ദൈവം ബ്ലോക്ക് ചെയ്യുന്നു. പെട്ടെന്ന് ദൈവം അതെല്ലാം അങ്ങ് മാറ്റിയിരിക്കുന്നു. ദൈവം അതെല്ലാം പൂർണ്ണമായി മാറ്റി എടുത്തിട്ട് ഒരു തിരിച്ചുവരവ് ദൈവം അവർക്കായിട്ട് കൊടുക്കുന്നു. അല്ലെങ്കിൽ രൂപാന്തരപ്പെടാൻ വേണ്ടിയിട്ട്, മാനസാന്തരപ്പെടാൻ വേണ്ടിയിട്ട്, ഒരു മടങ്ങിവരവിന് വേണ്ടിയിട്ട് ദൈവം ഒരു അവസരം കൊടുക്കുകയും അങ്ങനെ അവർ ദൈവസന്നിധിയിൽ പുതിയ തീരുമാനങ്ങളെടുത്ത് നല്ലവണ്ണം കർത്താവിനോട് പറ്റിപ്പിടിച്ച്, എന്താണ് ഈ പുതിയ തീരുമാനങ്ങൾ? നമ്മളെല്ലാവരും അനുഗ്രഹത്തിൻ്റെ അനുഭവത്തിലേക്ക് വന്നു. ഇസ്രായേൽ വളരെ അനുഗ്രഹത്തിൻ്റെ അനുഭവത്തിലും വാഗ്ദത്വ സന്തതികളുമായിരുന്നു. പക്ഷേ പിന്മാറ്റം കടന്നു വന്നു, അവരിൽ പെറുപെറുപ്പുകൾ കടന്നു വന്നു, അവരിൽ അന്യാരാധന ബന്ധങ്ങൾ കടന്നു വരുവാൻ തുടങ്ങി. അവർ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി ആരാധിക്കാൻ തുടങ്ങി. കാളക്കുട്ടിയെ അവർ കൊണ്ടുവന്ന് ആരാധിക്കുന്ന അവസ്ഥ. ഇങ്ങനെ തുടങ്ങി അവർ ഒരുപാട് മ്ലേച്ഛതകൾ. ഈ മ്ലേച്ഛതകൾ വന്നതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഇവർക്കൊന്നിനും കുറവില്ലാത്ത ഒരവസ്ഥയിലേക്ക് കടന്നു വന്നു. ഒന്നിനും കുറവില്ലാത്ത ഒരു അനുഭവത്തിലേക്ക് ഇവർ കടന്നു വന്നു. എന്ത് പറയുക, അവർക്ക് മന്ന ദൈവം പൊഴിപ്പിച്ചു കൊടുത്തു. അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്തിലേക്ക് നോക്കുന്ന സമയത്തിൽ ദൈവം അവർക്ക് ഇറച്ചി വേണമെന്ന് പറഞ്ഞ സമയത്തിൽ നല്ല കാടപ്പക്ഷിയുടെ ഇറച്ചി അവർക്ക് കൊടുത്തു. ഇനി അവർക്ക് ഭയങ്കര ചൂടാണെന്ന് നിങ്ങൾ പറഞ്ഞതുപോലെ അവർ വീശാൻ തുടങ്ങിയപ്പോൾ, നിങ്ങളാണെങ്കിൽ പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്തു, പക്ഷേ വീശാൻ തുടങ്ങിയപ്പോൾ തന്നെ ഒരു മേഘസ്തംഭം ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അവർക്ക് എയർ കണ്ടീഷൻ, മേഘസ്തംഭം എന്ന് പറഞ്ഞാൽ AC എന്ന് മാത്രം നോക്കിയാൽ മതി. ആ ഒരു സാധനം എടുത്ത് മേളിലോട്ട് വെച്ച് കഴിഞ്ഞാലിട്ട് അതിൽ നിന്ന് തണുപ്പ് ഇങ്ങനെ നമുക്ക് കിട്ടുന്നത് പോലെ തന്നെ ആ മേഘത എയർ കണ്ടീഷൻ, വലിയ എയർ കണ്ടീഷൻ, സെൻട്രലൈസ്ഡ് AC, അതിനെ കൊണ്ട് നിരത്തി അങ്ങോട്ട് വെച്ച് ഇവരെ തണുപ്പിച്ചു. രാത്രിയായപ്പം വീണ്ടും നേരെ തിരിച്ചു പറയാൻ തുടങ്ങി, അയ്യോ ഭയങ്കര തണുപ്പ്. ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? ആ മേഘത്തെ എടുത്ത് മാറ്റിയതിന് ശേഷം അഗ്നിസ്തംഭം, അവിടെ ഇവിടെയായിട്ട് റൂം ഹീറ്റർ എന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകും. റൂം ഹീറ്റർ എന്ന് സാധനം കേട്ടിട്ടുണ്ട്. അതുപോലെ ഇത് റൂം ഹീറ്റർ അല്ല, ഇത് ഇവർ പോകുന്ന 20 ലക്ഷം പേരുണ്ട്. 20 ലക്ഷം പേര് ഈ കാട്ടാക്കട പട്ടണം മുഴുവനും ജനം, അതിന് തീരുവില്ലാന്ന് 20 ലക്ഷം.
പ്രൈസ് ദി ലോർഡ്. 20 ലക്ഷം പേരുണ്ട് ആൾക്കാർ. അങ്ങനെ അതെ, അങ്ങനെ വലിയൊരു കൂട്ടം. പിന്നെ ഓരോ ദിവസം കഴിയുന്നവരും പിള്ളേരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. 20 ലക്ഷത്തിലും കുറേ പേരെല്ലാം മാസം തികഞ്ഞ് ഇരിക്കുകയാണ്, ഡേറ്റ് എല്ലാം ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എണ്ണം കൂടുന്നു. പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും കൂടിക്കൊണ്ടിരിക്കുക, ഒരു മാസമായപ്പോൾ വീണ്ടും പിള്ളേർ കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിങ്ങനെ 20 ലക്ഷം എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു അപ്രോക്സിമേറ്റ് കണക്കാണ്, അല്ലാതെ ഡെയിലി എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ബർത്ത് സർട്ടിഫിക്കറ്റ് എല്ലാം ഇഷ്ടംപോലെ അവർ എഴുതി 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 വിട്ടുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ്. അങ്ങനെ പെട്ടെന്ന് അവർക്ക് അഗ്നിസ്തംഭം കൊടുത്തു. രാത്രിയിൽ അവർക്ക് ആവശ്യമുള്ള ചൂട്, പകൽ സമയം അവർക്ക് ആവശ്യമായിട്ടുള്ള തണുപ്പ്, ഇതെല്ലാം ദൈവം തന്നെ കൊടുത്ത് ഇവരെങ്ങനെ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഈ ദൈവത്തിൻ്റെ സംരക്ഷണം ഇവർ മറന്നു. ചിലപ്പോൾ മറന്നു പോകും. നല്ല ഭക്ഷണം തന്ന്, നല്ല യാത്രാ സൗകര്യങ്ങൾ തന്നു, നല്ല വീട് തന്നു, അന്നെന്നുള്ളതെല്ലാം തന്ന്, വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ പിന്നെ അവനവൻ്റെ എടുത്തുചാട്ടവും ദൈവഹിതമില്ലാത്ത പ്രവർത്തികളും നിമിത്തം കടന്നു വരുന്ന കുറേ കഷ്ടങ്ങളും കുറേ ബുദ്ധിമുട്ടുകളും അത് പിന്നെ ദൈവം ചിലപ്പോൾ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിക്കും. അത് നീ തന്നെ അനുഭവത്തിൽ പഠിച്ചു വരുന്നതാണ് ഏറ്റവും നല്ലത്. പെട്ടെന്ന് അതിൽ നിന്ന് നീ റിലീസായി വന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നിനക്ക് ആ പരിപാടികൾ ചെയ്യണമെന്ന് തോന്നിപ്പോകും എന്ന് പറഞ്ഞ് അത് മുഖാന്തരം പുകവലിച്ച് കുറേ കൂട്ടിയപ്പോൾ കുറച്ച് ചെറിയൊരു ചുമയും കാണും. അത് പെട്ടെന്ന് അങ്ങോട്ട് മാറുന്നില്ല, 5-6 ദിവസം കഴിയും. കാരണം ഇത് വലിച്ചത് കൊണ്ടാണ് ഈ ചുമ വന്നു എന്ന് നിന്നെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അത് പെട്ടെന്ന് മാറാതെ നിൽക്കുന്നത്. നീ കുടിച്ചു വന്ന് അപ്പോൾ ഇപ്പോൾ ഒരു ചെറിയ നെഞ്ചുവേദന, പിന്നെ കാർക്കിച്ച് ദുഃഖുന്ന സമയത്തിൽ ആ കഫത്തിൻ്റെ കളറിനൊക്കെ വ്യത്യാസം, അതും വേറെ കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് അങ്ങ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാലിട്ട് വീണ്ടും കുടിക്കണമെന്ന് തോന്നിപ്പോകും. സ്വത്രം. അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈവം അല്ലാണ്ട് ബാക്കിയെല്ലാം ഇവർക്ക് കൊടുത്തു. ഇവർക്ക് ആവശ്യമായുള്ളതെല്ലാം കൊടുത്തപ്പോൾ ഇവർ സത്യദൈവത്തിങ്കിലേക്ക് തിരിയുന്നതിന് പകരം അവിടെ ഒരു ഉത്സവം കണ്ടപ്പോൾ അവിടെ നാടകം കാണാൻ പോക്ക്, ബാലെ കാണാൻ പോക്ക്, പിന്നെ അവിടെ കോമഡി ഷോ കാണാൻ പോക്ക്, പിന്നെ 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 താലപ്പൊലി, പ്രൈസ് ദ ലോർഡ്, തൂക്കം, ഘോഷയാത്ര, ഹല്ലേലൂയ, പിന്നെ പലംപൊരി, ഇതെല്ലാം കഴിക്കാൻ പോക്ക്. ഇസ്രായേൽ ജനങ്ങൾ ഭയങ്കര പോക്കായിരുന്നു അവർക്ക്. പിന്നെ അപ്പുറത്ത് എല്ലാവരും കൂടെ വന്നിട്ട് പറഞ്ഞു നിങ്ങളെല്ലാം കൂടെ സഹകരിക്കണം. അതിനെന്താ പിന്നെ നമ്മളെല്ലാവരും കൂടെ സഹകരിക്കാം എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ പുറകെ കുറേ പേര് അങ്ങനെ പോയി. ഇങ്ങനെ ഇസ്രായേൽ ജനങ്ങൾ സത്യദൈവത്തെ ഉപേക്ഷിച്ച് അവരെ വിടുവിച്ച, അവരെ വഴി നടത്തിയ, അവരെ സംരക്ഷിച്ച ആ ദൈവത്തെ മറന്നിട്ട്, കാരണം ശാസനയില്ല, ശിക്ഷയില്ലാതെ അവർക്കെല്ലാം കൊടുക്കേണ്ടതെല്ലാം ദൈവം കൊടുത്ത് അവരെ വഴി നടത്തിയപ്പോൾ ഈ ദൈവത്തിന് കൊടുക്കേണ്ടുന്ന വാല്യൂ അവർ കൊടുക്കാതെ അന്യ ദൈവങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം കൊടുത്ത്, പിന്നെ അവിടെ ഒരു പുണ്യസ്ഥലമുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവിടെ പോയി ഇപ്പുറത്ത് പോയി മനുഷ്യൻ അവനവൻ്റെ ഇഷ്ടമനുസരിച്ച് പിന്മാറ്റത്തിൻ്റെ അനുഭവത്തിലേക്ക് പോയ സമയത്തിൽ ഇവരുടേതുള്ള നന്മകൾ ഒന്നൊന്നായിട്ട് ദൈവം തടസ്സപ്പെടുത്തുവാൻ തുടങ്ങി. നേരത്തെ ഇസ്രായേലിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാലിട്ട് സ്തോത്രം, എവിടെയെങ്കിലും വഴി കിടക്കുന്നതാണ് എങ്കിൽ കുറച്ച് വിത്തെടുത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്നങ്ങ് വേര് പിടിക്കും, പെട്ടെന്നങ്ങ് കിളിർത്തതിന് ശേഷം 30 അല്ല 60 അല്ല 100 മേനി അവിടെ നിന്ന് വിളവ് കിട്ടും. അതായിരുന്നു ഇസ്രായേലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയ. അതിന് കിളക്കേണ്ട ആവശ്യകതയില്ല, വെള്ളം ഒഴിക്കേണ്ട ആവശ്യകതയില്ല, അതിന് വളം കൊടുക്കേണ്ട ആവശ്യകതയില്ല. അവർ നടന്നു പോകുമ്പോൾ അനുഗ്രഹം, ചെന്നിരിക്കുമ്പോൾ അനുഗ്രഹം, വേറെ ഒന്നും വേണ്ട. ഫോണിലെടുത്ത് വെച്ച് 2 മെസ്സേജ് അയക്കപ്പെടുമ്പോൾ തന്നെ അതിനകത്തൊരു പ്രോഫിറ്റ് അവർക്ക് കിട്ടത്തക്ക രീതിയിൽ ഭയങ്കര അനുഗ്രഹമായിരുന്നു. മാത്രമല്ല നടന്നു പോയപ്പോൾ വിളിച്ച് നിർത്തിയിട്ടാണ് ചില അനുഗ്രഹങ്ങൾ ഗവൺമെൻറ് തന്നെ അവർക്കങ്ങ് കൊടുക്കുവാൻ തുടങ്ങിയത്. ഇവർ കഷ്ടപ്പെടാതെ, ഇവർ ബുദ്ധിമുട്ടാതെ, ഇവർക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം പ്രതീക്ഷിക്കാത്ത മുഖാന്തരത്തിലൂടെ ഇവരെക്കാളും വിദ്യാസമ്പന്നനായിരിക്കുന്ന പലരും ഉണ്ടായിരുന്നിട്ട് അവർക്കൊന്നും അനുഗ്രഹം കൊടുക്കാതെ ഇവർക്ക് തന്നെ ഭയങ്കരമായ നന്മകളും നേട്ടങ്ങളും ഒക്കെയും കൊടുത്തു. ഇവരെല്ലാ വിധത്തിലും നേട്ടത്തിലേക്കും നന്മയിലേക്കും കടന്നു വരുവാൻ തുടങ്ങി. ഇവർ വിചാരിച്ചു എൻ്റെ ബിസിനസ് വൈഭവ്യം കൊണ്ടാണ് ഞാനിങ്ങനെ ക്ലിക്കായി വരുന്നത് എന്നുള്ളത്. ഇവർ വിചാരിച്ചു എൻ്റേതായിട്ടുള്ള നല്ല പ്രവൃത്തിയും കഠിനാധ്വാനം നിമിത്തമാണ് ഞാനെല്ലാം നന്ന ക്ലിക്കായി വരുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ മനസ്സിലായി. അങ്ങനെ സ്തോത്രം കളപ്പുരകൾ നിറഞ്ഞു, ബാങ്കിലൊക്കെ നല്ല ബാലൻസ് ഒക്കെ വരുവാനായിട്ട് തുടങ്ങി. സ്തോത്രം എല്ലാ തരത്തിലും അനുഗ്രഹങ്ങൾ വന്നു. പക്ഷേ അതിൻ്റെ ഇടയിൽ ചില പിന്മാറ്റങ്ങൾ ആരംഭിച്ചു. അതിൻ്റെ ഇടയിൽ ചില പുറകിലേക്കുള്ള ദൈവത്തെ ഉപേക്ഷിച്ചുള്ള പല കാര്യാദികൾ ആരംഭിച്ചപ്പോൾ ദൈവം ആ സ്ഥിതിഗതികളെ ഒന്ന് മാറ്റിയിട്ട് അവൻ വീണ്ടും എന്ത് ചെയ്തു? ഒരു പിടി വിത്തെടുത്തു. നല്ല വിത്തായിരുന്നു, വീട്ടിൽ സൂക്ഷിച്ചു വെച്ചത്, വഴിവെക്കുന്ന കിട്ടിയതല്ല, നല്ല വിത്ത് കിട്ടി എടുത്ത് പാകിയിട്ടു. അതിൽ ഒരൊറ്റ വേര് പോലും വന്നില്ല, ഒരൊറ്റ കിളിപ്പ് പോലും വന്നില്ല, എല്ലാം ചത്തു. അപ്പോൾ വിചാരിച്ചു സ്തോത്രം, നമ്മൾ കിളയ്ക്കാതെ വിത്തിട്ടത് കൊണ്ടാണ് ഇവിടെ അത് കിട്ടാത്തത്. എന്ത് ചെയ്തു? കലപ്പയിറക്കി, ട്രാക്ടർ ഇറക്കി,
ആമേൻ ആമേൻ പണിക്കാരെല്ലാവരും ഇറക്കി. ഇനി ഈ ബിസിനസ് ഇങ്ങനെ കൊണ്ടുപോയാൽ പറ്റൂല, നല്ലതായിട്ട് ചെയ്യണം. നല്ല നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലിട്ട് ചുമ്മാ നടന്നു പോയാൽ പൈസയാണ്, ചെന്ന് ഇരുന്നാൽ പൈസയാണ്, ചെന്ന് ആമേൻ ആമേൻ നിന്നാൽ പൈസ. രോഗശാന്തിക്ക് വേണ്ടിയിട്ട് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലൊന്നും പോകേണ്ട ആവശ്യകതയില്ലാന്ന് ഒരു ശകലം വെള്ളം എടുത്ത് സ്വോത്രം പറഞ്ഞാൽ കുടിക്കുമ്പോൾ തന്നെ രോഗശാന്തിയും കിട്ടുന്നുണ്ട്. ഒരല്പം ഓയിലെടുത്ത് പൂശുന്ന സമയത്തിൽ സ്വത്രം രോഗശാന്തിയും കിട്ടുന്നുണ്ട്. ഇപ്പം എണ്ണ പൂശിയിട്ടും വെള്ളം കുടിച്ചിട്ടും ഒന്നും രോഗശാന്തി കിട്ടില്ല. അത് പോട്ടെ, അടുത്തുള്ള ആശുപത്രി പോയി എന്നിട്ട് ശരിയാകുന്നില്ല, അതിൻ്റെ അപ്പുറത്തെ ആശുപത്രി എന്നിട്ട് ശരിയാകുന്നില്ല, വീണ്ടും ഏറ്റവും വലിയ ആശുപത്രി പോയി അവിടെ പോയിട്ടും ശരിയാകുന്നില്ല. കാരണം ചികിത്സിച്ചിട്ടൊന്നും ശരിയാകുന്നതേ ഇല്ല. നേരത്താന്ന് പറഞ്ഞു കഴിഞ്ഞാലിട്ട് എത്ര അടി വെച്ചാലും ബഹളം വെച്ചാലും കുടുംബത്തിനകത്ത് ഭയങ്കര സമാധാനമാണ്, ഭയങ്കര ശാന്തിയാണ്. ഇപ്പോൾ ആമേ നാക്കിനെ അടക്കിയിരുന്നാലും ശരി തന്നെയാണ്, നിസ്സാര വിഷയത്തിൽ ഭയങ്കര ഈ ഭയങ്കര ദേഷ്യം, ഭയങ്കരമായുള്ള കുടുംബത്തിൽ പ്രശ്നം. പിള്ളേരെ ഒരുത്തനെ ഇങ്ങോട്ട് വിളിക്കും. നേരത്തെ എന്ന് പറഞ്ഞെങ്കിൽ പിള്ളേരെ എന്നൊന്നും പറയേണ്ട ആവശ്യകതയില്ല, അവരൊക്കെ ഞങ്ങളെ പാതയിൽ തന്നെ പിന്തുടർന്നു. ഞാൻ ഇസ്രായേലിനെ കുറിച്ച് പറയുകയാണ്, അവരുടെ പാതയിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. പക്ഷേ ഇപ്പോഴും ഇങ്ങോട്ട് വന്ന് പറയുമ്പോൾ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞ് അവൻ ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ കയറി ഇരിയുടെ എന്ന് പറഞ്ഞാൽ വണ്ടി എടുത്ത് അപ്പോൾ തന്നെ പോകും. ഒന്നും ശരിയാകുന്നില്ല, ഒന്നും ശരിയാകുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? സ്തോത്രം, പിള്ളേരെ കൗൺസിലിംഗ് സെൻ്ററിലേക്ക് കൊണ്ടുപോയി, എന്നിട്ടും ശരിയാകുന്നതേ ഇല്ല. പിള്ളേരെ സ്നേഹിച്ചു നോക്കി, എന്നിട്ടും ശരിയാകുന്നില്ല. അടി കൊടുത്തു നോക്കി, എന്നിട്ടും ശരിയാകുന്നില്ല. ഒന്നും ചെയ്ത് ശരിയായില്ല. അപ്പോൾ കൃഷി സ്ഥലത്തിലേക്ക് പറഞ്ഞു, നമ്മൾ വിത്തെടുത്ത് വെറുതെ ഇട്ടത് കൊണ്ടാണ് ബലം കിട്ടാത്തത്. അതുകൊണ്ട് പറഞ്ഞു, ഇനി നമ്മൾ രാത്രിയും പകലും അധ്വാനിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സ്വത്രം, ഒരുപാട് രീതിയിൽ എല്ലാ കട്ടകളെല്ലാം ഉടച്ച് നന്നായിട്ടെല്ലാം ഇളക്കി മറിച്ച് ചാണകപ്പൊടി ടാറ്റും പുളുക്കയിട്ട് ഇതെല്ലാം ഇട്ട് എല്ലാം നന്നായിട്ട് ശരിയാക്കിയിട്ട് വിത്തിനെ കൊണ്ടുവന്ന് വാരി വിതറിയില്ല. ഓരോന്നിനെയായിട്ട് ഓരോന്നിനായിട്ട് ഊന്നി വെച്ചു. രാവിലെ വെള്ളം തളിച്ചു, ഉച്ചയ്ക്ക് വെള്ളം തളിച്ചു, വൈകിട്ടും വെള്ളം തളിച്ചു. എന്നിട്ട് നോക്കി, ഒരൊറ്റ എണ്ണം പൊടിച്ചില്ല. മനസ്സിലായോ? പണ്ടെങ്ങനെയായിരുന്നു? എടുത്ത് വിതറിയപ്പോൾ എല്ലാം 100 വാരി. വളവും വേണ്ട, വെള്ളവും വേണ്ട, ഒന്നും വേണ്ട. ഇവിടെ കഠിനാധ്വാനം ചെയ്തിട്ടും കിട്ടുന്നില്ല അല്ലേ? രാത്രിയും പകലും അധ്വാനിച്ചു, ഒന്നുമില്ല. വളരെ സൂക്ഷിച്ചായിരുന്നു പരിപാടികൾ ഒപ്പിച്ചത്, ശരിയായില്ല. ഏറ്റവും പലിശ കുറഞ്ഞ ലോൺ എടുത്ത് ചെയ്തു നോക്കി, ഇപ്പോൾ അതും ബ്ലോക്കായി, ഒന്നും ശരിയാകുന്നില്ല. വീട്ടിനകത്താകെ പ്രശ്നമാണ്. സ്വത്രം, സാമ്പത്തികത്തിൽ പ്രശ്നമാണ്. ജോലി നല്ലതുണ്ട്, പക്ഷെ ഒരു ദിവസം പോലും ജോലിക്ക് പോകാനായിട്ട് കഴിയുന്നില്ല. നല്ല സ്കൂളിലാണ് പഠിക്കുന്നത്, പക്ഷേ പഠിച്ചിട്ടും ശരിയാകുന്നില്ല. പണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും പൊട്ട സ്കൂളിലാണ് പഠിച്ചത്, പക്ഷേ എങ്കിലും പിള്ളേർ സ്കൂൾ ഫസ്റ്റ് ആയിരുന്നു, ഒരു കുഴപ്പമില്ല. ഇപ്പം നല്ല ട്യൂഷൻ കൊടുത്തു നോക്കി, പക്ഷേ എന്നിട്ടും പിള്ളേർ അതെ മിനിമം മാർക്ക് പോലും മേടിക്കുന്നില്ല. എന്ത് പറ്റി? എവിടെയോ ദൈവാനുഗ്രഹം കുറഞ്ഞപ്പോൾ, ദൈവത്തിൻ്റെ നന്മ കുറഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന അനുഗ്രഹം. ഇതായിരുന്നു ഇസ്രായേൽ സംഭവിച്ചുകൊണ്ടത്. ഒരു കാലഘട്ടത്തിൽ ദൈവം ഇവർക്ക് സംരക്ഷകനായി ഇവരെ വഴി നടത്തി കൊണ്ടുപോയപ്പോൾ ആ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ ഇവരെ അറിയാതെ വണ്ണം മനഃപൂർവ്വമായി പിന്മാറ്റത്തിലേക്ക്, ലോകത്തിൻ്റെ ഇമ്പങ്ങളിലേക്ക് തിരിഞ്ഞു വന്ന സമയങ്ങളിലേക്ക് അവർക്കൊരു മടങ്ങി വരവിനെ കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് കൊടുത്ത സമയത്തിൽ അവർക്ക് മടങ്ങി വരുവാൻ ഒരു മനസ്സ് വന്നപ്പോഴത്തേക്ക് ദൈവം പറയുന്ന ഭാഗമാണ്, വിത്തിനിയും കളപ്പുരയിൽ കിടക്കുന്നുവോ, മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളവും ഒലിവുമരവും കായ്ക്കുന്നില്ലയോ, ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞാൽ പിന്നത്തേതിൽ ഇസ്രായേൽ ജനങ്ങൾ മനസ്സിലാക്കി, നമ്മൾ വിതച്ചിട്ട് കാര്യമില്ല, കളപ്പുരയിൽ കൊണ്ട് സൂക്ഷിച്ചു വച്ചിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ബാങ്കിൽ ഇപ്പോൾ ഒരു ലാസ്റ്റിലൊരു 25,000 രൂപ ഉണ്ട്. എടുത്തൊരു പെട്ടിക്കടയെങ്കിലിട്ട് എന്താ കച്ചവടം ചെയ്യാമെന്നൊരാഗ്രഹമുണ്ട്, പക്ഷെ പേടി നഷ്ടം വരുമെന്ന്. അതുകൊണ്ട് വിത്ത് കളപ്പുരയിൽ തന്നെ അങ്ങനെ വച്ചിരിക്കുകയാണ്. അയൽക്കൂട്ടത്തിൽ നിന്നൊരു ലോൺ എടുത്ത് കബോർഡിൽ കൊണ്ട് വച്ചിരിക്കുകയാണ്. സ്വത്രം, ഇച്ചിരി പച്ചക്കറി മേടിച്ച് വഴി കൊണ്ടിട്ട് വിറ്റ് ജീവിക്കണമെന്നൊരാഗ്രഹമുണ്ട്, പക്ഷെ ഒരു ഭയമാണ്. ആ പൈസയും കൂടെ പോയാൽ പിന്നെ ലോൺ അടയ്ക്കാൻ പറ്റില്ല. കാരണം ഒരുപാട് അനുഭവങ്ങളായി. ഇവരിതാ വിത്ത് വിതയ്ക്കാൻ പിന്നെ മടിച്ചു. ഈ വിത്തിനെ കളപ്പുരയിൽ സൂക്ഷിക്കാൻ തുടങ്ങി. വിത്താണ്, ധാന്യമല്ല. ധാന്യം കളപ്പുരയിൽ സൂക്ഷിക്കുന്ന ക്ഷാമം വരുമ്പോൾ എടുക്കാനാണ്. പക്ഷെ വിത്ത് ഒരിക്കലും കളപ്പുരയിൽ സൂക്ഷിക്കാൻ ചെയ്യാറില്ല. പക്ഷെ ഇവർക്ക് കൃഷിയെല്ലാം നഷ്ടം വന്നപ്പോൾ ഈ കാലഘട്ടത്തിൽ ദൈവസഭ മനസ്സിലാക്കണമേ, ചെയ്യുന്നതൊന്നും ശരിയാകുന്നില്ല എന്ന് വന്നപ്പോൾ, ചെയ്യുന്നതൊന്നും ശരിയാകുന്നില്ല, ഒരിക്കലും ഒരു വിധത്തിലേക്കും ഒന്നും ശരിയാകുന്നില്ല. സുവിശേഷ വേലക്കാർക്കും ഇതൊക്കെ ഉണ്ടെന്നേ. സുവിശേഷ വേലക്കാർക്കുണ്ട്. പഠിച്ച പണി 18 നോക്കിയിട്ട് ശരിയാകാത്ത സുവിശേഷകന്മാരുണ്ട്.
ഞാൻ ഉൾപ്പെടെയുള്ളവർ ഹല്ലേലൂയ, ഞങ്ങളൊക്കെ പുതിയ പ്രവർത്തനങ്ങളുമായിട്ട് എവിടെയെല്ലാം പോയിട്ടുണ്ടെന്നറിയാമോ? പഠിച്ച പണി 18 നോക്കിയിട്ടും ഒരാത്മാവിനെ പോലും രൂപാന്തരപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ആമേൻ. തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് കാണത്തക്ക രീതിയിൽ വീര്യപ്രവർത്തികൾ നടന്നാലും അത്ഭുതം നടന്നാലും ഇവരൊന്നും മാനസാന്തരപ്പെടാതെ വീണ്ടും ആമേൻ പണ്ടത്തെ പോലെ അന്യദൈവങ്ങളെ വിഗ്രഹങ്ങളെ ആരാധിച്ച് പോകുന്ന കാഴ്ച കണ്ട് നിരാശപ്പെട്ട് ഈ പണി നമ്മളെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ആയുധം വെച്ച് കീഴടങ്ങിപ്പോയ ഒരുപാട് സ്ഥലമുണ്ട്. പക്ഷേ ഒരു റിസ്ക്കും എടുക്കാത്തടത്ത്, ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തടത്ത് ദൈവം ആത്മാക്കളെ മാനസാന്തരപ്പെടുന്നത്, കൂട്ടമായിട്ട് മാനസാന്തരപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇതൊക്കെ നമ്മുടെ കഴിവല്ല, ഇതൊക്കെ നമ്മുടെ പ്രാഗൽഭ്യങ്ങളല്ല. കർത്താവിൻ്റെ ഒരു അനുഗ്രഹം വരുന്ന സമയത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചർച്ച് വളരണമെങ്കിലും അതൊരു പാസ്റ്ററുടെ കഠിനാധ്വാനം കൊണ്ട് നടക്കത്തില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആമീൻ. അങ്ങനെയുള്ള പാസ്റ്റർമാർ ചെന്ന് പലയിടത്തിലും കഠിനാധ്വാനം ചെയ്തിട്ട് തോറ്റു, ഞാൻ ഉൾപ്പെടെയുള്ളവർ. പക്ഷേ നമ്മളൊന്നും ഒരു ജോലിയും ചെയ്യാതെയാണെങ്കിലും ആത്മാക്കൾ സ്വത്രം ഒരു കൈയടിച്ചൊരു പാട്ട് പാടുമ്പോൾ തന്നെ കരഞ്ഞ് നിലവിളിച്ച് മാനസാന്തരപ്പെടുന്ന ജനങ്ങളുണ്ട്. ഒരു ചെറിയൊരു സന്ദേശം ഒരു പ്രിപ്പയർ ആകാതെ തന്നെ സംസാരിക്കുന്ന സമയത്തിൽ നമ്മുടെ അധ്വാനമല്ല ചിലയിടത്ത് ഫലം വരുന്നത്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ അവനങ്ങ് സംസാരിച്ചു കൊണ്ടിരിക്കും, അവനങ്ങ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും, അവൻ ചെയ്യേണ്ടതൊക്കെയും അങ്ങ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ സ്വത്രം അധ്വാനിച്ചിട്ട് ചിലത് ശരിയായില്ല, നിങ്ങൾ പ്രവർത്തിച്ചിട്ട് ചിലത് ശരിയല്ല. ഈ അനുഭവത്തിലായപ്പോൾ വിത്ത് ഇനിയും കളപ്പുരയിൽ കിടക്കുന്നുവോ? ദൈവം ചോദിക്കുക. വിതയ്ക്കൽ മടുത്തോ? ഒന്നും ചെയ്യാൻ തോന്നുന്നില്ലേ? കളപ്പുരയിൽ കൂട്ടിയിട്ടിരിക്കുകയാണോ? ഇനി മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളവും ഒലിവ് മരം കായ്ക്കുന്നില്ലയോ? നേരത്തെ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? വാഴക്കുഴി എടുക്കണ്ട, മരിശിനി കുഴി എടുക്കണ്ട, സ്വത്രം തെങ്ങും കുഴി എടുക്കണ്ട. ഒരു കമ്പെടുത്ത് 2 കുത്തിയിട്ട് ഒരു മാതളത്തെ, അല്ലെങ്കിൽ പിന്നെ എന്തൊക്കെ അവിടെ പറയുന്നത്, ഒരു മാതളത്തിൻ്റെ തൈ, ഒരു അത്തിയുടെ തൈ, ഒരു മുന്തിരിയുടെ തൈ അവിടെ കൊണ്ട് വച്ചാൽ മതി. മുന്തിരിക്ക് തട്ടൊന്നും ഇട്ട് കൊടുക്കണ്ട. അടുത്ത് ഏതെങ്കിലും ഒരു മരം ഉണ്ടെങ്കിൽ അവിടെ കൂടെ വളഞ്ഞ് പിടിച്ച് കയറിയിട്ട് ഒരാളിനെ കൊണ്ടെടുക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ആവർത്തന പുസ്തകം പോയി പഠിച്ചു നോക്കണം. അപ്പോൾ അറിയാം. 2 പേര് വേണം ഒരു മുന്തിരിക്കൊല എടുക്കാൻ വേണ്ടിയിട്ട്. അത്രത്തോളമുള്ള മുന്തിരിയെല്ലാം വാങ്ങി ഭയങ്കരമായിട്ട് കിടക്കുക. മാതളത്തെയും കൊണ്ടുവന്നൊരു കമ്പെടുത്തൊരു കുത്തി അതിനകത്ത് അടുത്ത് വയ്ക്കുമ്പോൾ ഇതങ്ങോട്ട് കാത്തെല്ലാം കൂടെ തറയിലങ്ങ് കിടക്കുകയാണ്. അത്രത്തോളം അടുത്തെടുക്കാൻ വേണ്ടി പറ്റാത്ത വിധത്തിലാണ്. പിന്നെ അതുപോലെയാണ് അത്തിവൃക്ഷവും ഒലിവും, ഇതെല്ലാം ഭയങ്കരമായിട്ടുള്ള പുഷ്ടിയിൽ ആയിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ദൈവസന്നിധിയിൽ ഇവർ പിന്മാറിയപ്പോൾ, ദൈവത്തെ ഇവർ ഉപേക്ഷിച്ചപ്പോൾ, അന്യ ദൈവങ്ങളിലേക്ക് ഇവരുടെ സ്വാധീനം മനസ്സ് വിട്ടുകൊടുക്കുന്നപ്പോൾ, ലോകമോഹങ്ങളിലേക്ക് ഇവർ കാലുവയ്ക്കാൻ തുടങ്ങിയപ്പോൾ, നടത്തിയ ദൈവത്തെ അല്പത്തെ മറന്നപ്പോൾ, ദൈവത്തിന് കൊടുക്കേണ്ടത് പ്രാതിനിധ്യം കൊടുക്കാതെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിലും വ്യവസ്ഥകളും എല്ലാം വിട്ട് ഒരു പൂർണ്ണമായ ഒരു സ്വാതന്ത്ര്യം അമിതമായിട്ട് എടുക്കുവാൻ തുടങ്ങിയപ്പോൾ ഇതൊന്നും കായ്ക്കുന്നില്ല. അവർ വിചാരിച്ചു നമ്മൾ ഈ കമ്പെടുത്ത് കുത്തിയിട്ട് കൊണ്ടുവന്ന് നട്ടത് കൊണ്ടാണ് ഇത് കായ്ക്കാത്തതെന്ന്. അവരെന്ത് ചെയ്തു? വലിയ തെങ്ങും കുഴി എടുത്തിട്ട് അതിലേക്ക് കടലപ്പിണ്ണാക്ക്, സ്വത്രം വേപ്പും പിണ്ണാക്ക്, പ്രൈസ്, ചാണകപ്പൊടി, എല്ലുപൊടി, അതെല്ലാം കൂടിയിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 3 ദിവസം അങ്ങനെ ഒന്ന് പരുവപ്പെടാൻ വേണ്ടിയിട്ട് ഇട്ടു. കീടങ്ങളും നണുകളെല്ലാം. എന്നിട്ട് നടുക്കിൽ ഒരു മെത്തി എടുത്തിട്ട് അതിനകത്ത് കൊണ്ടുവന്ന് ഒരു മാതളത്തിൻ്റെ തൈ, അതിനകത്ത് കൊണ്ടുവന്ന് ഒരു മുന്തിരി തൈ കൊണ്ടുവന്നു. നല്ലതായിട്ട് അതിനെല്ലാം സ്വത്രം തട്ടുകളെല്ലായിട്ട് എല്ലാം വെച്ചു. നന്നായിട്ട് വളർന്നു വന്നു. ഒരു പിഞ്ച് പോലും വീണില്ല, ഒരു ചെറിയ കായ് പോലുമില്ല, ഒന്നുമില്ല. ദൈവം ചോദിക്കുന്നു, ഒന്നും കായ്ക്കുന്നില്ലേ? നീ വിചാരിച്ച് ആട്ടുമ്പുളക്കയാണ് നിന്നെ കായ്പിച്ചതെന്ന്? നീ വിചാരിച്ച് കടലപ്പിണ്ണാക്കാണ് നിന്നെ കായ്പിച്ചതെന്ന്? ഈ വേപ്പും പിണ്ണാക്കാണോ നിന്നെ കായ്പിച്ചത്? ഈ കോഴിക്കാരമാണോ നിന്നെ കായ്പിച്ചത്? ഈ ചാണകപ്പൊടിയാണോ നിന്നെ കായ്പിച്ചത്? നീ കൊടുക്കുന്ന 3 നേരം നനച്ചാൽ ഇത് ശരിയാവുമെന്നാണ് വിചാരിച്ചത്. കായ്ക്കുന്നില്ലേ? മനസാന്തരപ്പെട്ട് ദൈവസ്നേഹത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ ദൈവം ചോദിച്ചു, ഇതൊന്നും കായ്ക്കുന്നില്ലയോ? ശരി, ഇവിടെ ഇന്നു മുതൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കുക. സഹോദരി, നിനക്ക് ഇതുവരെയും കായ്കനികളില്ലാത്ത അനുഭവത്തിൽ, കായ്ഫലമില്ലാത്ത അനുഭവത്തിൽ നീ വേദനയോടെ പ്രയാസത്തോടെ ആണെങ്കിൽ ദൈവവചനത്തെ മുറുകെ പിടി. കർത്താവേ, എൻ്റെ അനുഭവമാണല്ലോ ഷാജി ബ്രദർ പ്രസംഗിക്കുന്നത്. ഞാൻ പലതും ചെയ്തിട്ടൊന്നും ശരിയാകാത്ത അനുഭവത്തിൽ ഇരിക്കുന്നതാണല്ലോ ഈ ബ്രദർ പ്രസംഗിക്കുന്നത്. ഞാൻ പിടിച്ചെടുക്കുകയാണ്. ഇന്നു മുതൽ എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കൂ. തീരുമാനമെടുക്കണം, മടങ്ങി വരണം. നല്ല തീരുമാനത്തോടെ ചിലതൊക്കെ വർജിക്കണം, ചിലയിടങ്ങളിൽ വ്യവസ്ഥപ്പെടണം. ചിലത് ശാസിച്ചാൽ ശരിയാകത്തില്ല, ചിലത് ഭത്സിച്ചാലും ശരിയാകത്തില്ല,
ചിലത് തലയിൽ കഴിച്ച് പ്രാർത്ഥിച്ചാൽ ശരിയാകത്തില്ല, ചിലത് ഉപവസിച്ചാൽ, ചിലത് തീരുമാനം തന്നെ എടുക്കണം. വ്യവസ്ഥകൾ തെറ്റിക്കരുത്. ദൈവമായിട്ടുള്ളൊരു നല്ലൊരു ബന്ധത്തിലേക്ക് നിങ്ങൾ കടന്നു വന്ന് ഒരു ഉറച്ച തീരുമാനമെടുത്ത് ചില പാപങ്ങളെ പച്ചവെള്ളം പോലെ കുടിക്കുന്നതെല്ലാം മാറ്റിവെച്ചിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചൊന്ന് സമർപ്പിക്കാൻ തുടങ്ങിയാൽ നീ ഇനി തെങ്ങും കുഴി എടുക്കേണ്ട ആവശ്യകതയില്ല. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഇനി കലപ്പ ഇറക്കി കാള ഇറക്കി നീ കിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. പണ്ടത്തെ പോലെ ഉണ്ടല്ലോ, ഒരു പിടി വിത്തെടുത്ത് അങ്ങോട്ട് എറിഞ്ഞിട്ട് ചുമ്മാ ചെന്നിടന്ന് ഉറങ്ങിയിട്ട് തിരിച്ചു വന്ന് നീ ഫലമെടുക്കാൻ നിന്നെ കൊണ്ട് കഴിയുമെന്നേ. നീ ഇനി തെങ്ങും കുഴി എടുത്ത് കോഴിക്കാരവും സ്വന്തം കടലപ്പിണ്ണാക്കും വേപ്പും പിണ്ണാക്കും ഒന്നും വാങ്ങിക്കാനൊന്നും നടക്കണ്ടെന്നേ. ഒരു കമ്പെടുത്ത് 2 കുത്തിയിട്ട് നീ അങ്ങോട്ട് നട്ടാ മാത്രം മതി. ദൈവം നിനക്ക് ലൈസൻസ് തന്നിട്ടുണ്ടെങ്കിൽ നീ ഇറങ്ങുന്ന വഴികളെല്ലാം നിനക്ക് അനുഗ്രഹമായിരിക്കുക. എന്നോടൊപ്പം വിശ്വസിക്കുന്ന ദൈവസഭ ഒന്ന് കരങ്ങൾ അടിച്ച് അവിടെ ഇരിക്കുന്ന അമ്മച്ചുമാരെ അപ്പച്ചമാരെ കൈ അടിച്ചു പറ, പപ്പ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ കൂടുതലൊന്നും അധ്വാനിക്കേണ്ട ആവശ്യകതയില്ല, ഞങ്ങളെ നീ അനുഗ്രഹിക്കുക. ഞങ്ങൾക്കൊരു ചെറിയ ടാബ്ലറ്റ് പോലും കഴിക്കേണ്ട ആവശ്യകതയില്ല, ഒരു ചുക്ക് കാപ്പി കുടിച്ചാൽ മതി, ഞങ്ങളുടെ പ്രശ്നം മാറുമെന്ന് ഉറപ്പ്. ഹല്ലേലൂയ. ഈ വയറുവേദന മാറാൻ വേണ്ടിയിട്ട് ഇനി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് ഞാൻ പോല, ഞങ്ങളൊരു ഇഞ്ചി കഷ്ണം എടുത്ത് ചവച്ചരച്ചാൽ മതി, ശരിയാകുമെന്നേ. ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ വലിയ 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 സാമ്രാജ്യങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് ശരിയാകാത്തത് നീ വിതച്ചിട്ട് ചുമ്മാ ഇരുന്നാ മതി, അതിൽ നിന്ന് നിനക്ക് ഫലമുണ്ടാകണം. പക്ഷെ കർത്താവ് കൂടെ ഉണ്ടായിരിക്കണം. ദൈവം നിന്റെ ഒപ്പമുണ്ടെന്ന് നീ ഉറപ്പ് വരുത്തണം. ദൈവം നിന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ടില്ല, എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ടെന്ന് ഉറപ്പോടുകൂടി നീ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അധ്വാനത്തിനല്ല ഫലം നൽകുന്നത്, അല്ലാണ്ട് ദൈവത്തിന്റെ ആത്മാവ് അതിനെ വളരുമാറാക്കും, ദൈവം അതിനെ വർദ്ധിപ്പിക്കും, ദൈവം നിന്നെ സൗഖ്യമാക്കും, ദൈവം നിന്റെ കുടുംബത്തിനകത്ത് സ്വസ്ഥതയും സമാധാനം നൽകുക. ആമേ, പുലിയെ പോലെ ചീറി നിൽക്കുന്ന നിന്റെ കുടുംബനാഥന്മാരെ ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ ശമിക്കും. നോഹയോടൊരു പെട്ടകം ദൈവം ഉണ്ടാക്കാൻ പറഞ്ഞു. ഉണ്ടാക്കിയിട്ട് ഭൂമിയിലെ സകല ജീവജാലങ്ങളിൽ നിന്ന് ഈരണ്ട് ജോഡിയായിട്ട് അതിനകത്ത് കയറ്റാൻ വേണ്ടിയിട്ട് പറഞ്ഞു. നിങ്ങൾ പലപ്പോഴും വായിച്ചിട്ടുണ്ട്, ഞാൻ ഒരുപാട് പ്രസംഗിച്ചിട്ടുള്ള കാര്യമാണത്. പ്രസംഗത്തിലിടയ്ക്കൊക്കെ പറയുന്നത് ഭാഗം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. 2 ആനയെ കൊണ്ടുവന്നപ്പോൾ ആനകളെല്ലാം മിണ്ടാണ്ട് അതിനകത്തിരുന്നു. അതിൻ്റെ അടുത്താണ് ചെന്നായി കൊണ്ടിട്ടത്. ചെന്നായിക്കളും തമ്മിലടിയിൽ ആനയും തമ്മിൽ. അതിൻ്റെ അപ്പുറത്തൊരു പുള്ളിപ്പുലിയെ കൊണ്ടിട്ടു, അതും ഒരു കുഴപ്പമില്ല. ഒരു കടുവായെ കൊണ്ടിട്ടു, പിന്നെ ഒരു കിടുവായെ കൊണ്ടിട്ടു, അതും മിണ്ടാതിരിക്കുന്നു. അങ്ങനെ ഭൂമിയിലുള്ള സകലത്തിനെയും കൊണ്ടിട്ടോ. സ്തോത്രം. ഒരു കടുവായുടെ മുമ്പിൽ ഒരു മുയലിനെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് വിടുവോ? പക്ഷെ കടുവ നോക്കിയിരുന്നിട്ട് ചിരിച്ചിരിക്കുകയാണ്. മുയൽ പറഞ്ഞു ഹായ് ഹൗ ആർ യു, അതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ തമ്മിലെന്ത്? ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളപ്പോൾ അവർ പരസ്പരം ഭിന്നതയില്ല, അവർ പരസ്പരം പ്രശ്നങ്ങളില്ല. നീ എത്ര ശ്രമിച്ചിട്ടും ചിലയിടത്തൊന്നും സ്വസ്ഥതയും സമാധാനവും നിനക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ ഇതാ ഇന്ന് മുതൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ ആ നഷ്ടപ്പെട്ടു പോയ സമാധാനത്തെ ദൈവം തിരിച്ചു തരാൻ പോവുകയാണ്. അത് നിന്റെ അധ്വാനം കൊണ്ടല്ല, എത്ര വലിയ കടുവയ്ക്ക് തുല്യമായ കിടുവയാണ് എങ്കിൽ അതിനെയെല്ലാം നിയന്ത്രിക്കുവാൻ ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ ദൈവത്തിന് കഴിയുമെന്നുള്ളതിന് സംശയമേയില്ല. ഇന്ന് മുതൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ഇന്ന് മുതൽ ഞാൻ അനുഗ്രഹിക്കണം. നിന്റെ വാക്കുകൾക്ക് ശക്തിയുണ്ട്, നിന്റെ വിശ്വാസത്തിന് ആമേൻ ശക്തിയുണ്ട്, ബലമുണ്ട്. ഹല്ലേലൂയ. എണ്ണയും വെള്ളത്തിൽ മാത്രം ആശ്രയിക്കരുത്. വല്ലപ്പോഴും വിശ്വാസം പറയണം. എല്ലാം വേണം ബൈബിളിൽ, അല്ലേ? എല്ലാം വേണം. ഇന്ന് മുതൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. പറഞ്ഞു തന്നെ പോകണം. മനസ്സിനെ പഠിപ്പിക്കണം. ആദ്യം നമ്മളെയാണ്, നമ്മുടെ മൈൻഡിനെയാണ്. എൻ മനമേ നീ സ്വസ്ഥമായിരിക്കുക എന്നാണ് കർത്താവിൻ്റെ വചനം. അപ്പോൾ ആ മനസ്സിനെയാണ് കൺട്രോൾ ചെയ്ത് എടുക്കേണ്ടത്. ആ മനസ്സിനെ നമ്മൾ ശരിയാക്കുന്ന സമയത്തിൽ അതെല്ലാം നല്ലതായിട്ട് വരും. കാരണം ഇപ്പോൾ സങ്കീർത്തനക്കാരൻ്റെ ഒരു പ്രാർത്ഥന ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സങ്കീർത്തനം 51 അതിൻ്റെ 8-ാം വാക്യം. സങ്കീർത്തനം 51 അതിൻ്റെ 8. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ, നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കണമേ. എന്താ അതിൻ്റെ അർത്ഥം? ആ പ്രാർത്ഥനക്കാരൻ പ്രാർത്ഥിച്ചതിൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതായിട്ട് ഉണ്ട്. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ. എനിക്ക് സന്തോഷവും ആനന്ദവും തരണമേ എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ. നല്ലത് കേൾക്കാൻ ഭാഗ്യം തരണേ. നല്ലത് കേൾക്കാൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഷാജി ഷാലോം പ്രസംഗിക്കുന്നത്
നിങ്ങൾക്ക് വരാൻ പോകുന്ന നന്മയെക്കുറിച്ചാണ്, നിങ്ങൾക്ക് വരാൻ പോകുന്ന അനുഗ്രഹത്തെക്കുറിച്ചാണ്. നിങ്ങൾ പറ, കർത്താവേ നല്ലത് കേൾപ്പിക്കണമേ, നല്ലത് കേൾപ്പിക്കണമേ, നല്ലത് കേൾപ്പിക്കണമേ. സങ്കീർത്തനക്കാരൻ അനുഗ്രഹം പ്രാപിക്കാൻ പറഞ്ഞു, എന്നെ സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ, എന്നെ കേൾക്കുമാറാക്കണമേ. ഇന്നലെ വരെ ഞാൻ ശാപങ്ങളെ കുറിച്ചും തകർച്ചകളെ കുറിച്ചും താഴ്ചകളെ കുറിച്ചും വീഴ്ചകളെ കുറിച്ചും മാത്രമാണ് ഞാൻ കേട്ടത്. പക്ഷെ ഇന്നു മുതൽ ഞാൻ അസ്ഥി ഒടിഞ്ഞു കിടക്കുകയാണ്, എല്ലാം ഒടിഞ്ഞ് ഞാൻ കിടക്കുകയാണ്. പക്ഷെ എന്നാലും കർത്താവേ നല്ലത് കേൾക്കാൻ എന്നെ സഹായിക്കണം. എന്തിനാ അദ്ദേഹം അങ്ങനെ പറഞ്ഞത്? അങ്ങനെ പറയാനുള്ള കാരണം പുള്ളിക്കറിയാം, എൻ്റെ മനസ്സിനകത്ത് പോസിറ്റീവായിട്ടുള്ള കാര്യാദികൾ വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങ് പോസിറ്റീവാകും. ഞാനങ്ങ് പോസിറ്റീവ് ആകുന്ന സമയത്തിൽ എൻ്റെ അസ്ഥികൾ ഉല്ലസിക്കാനായിട്ട് തുടങ്ങും, എൻ്റെ അസ്ഥികളെല്ലാം അങ്ങോട്ട് ശരിയാകാനായിട്ട് തുടങ്ങും. ആമേ, നീ ഒടിച്ച അസ്ഥികൾ ദൈവമാണ് ഒടിച്ചിട്ടിരിക്കുന്നത്. ആമേ, സംഗീതക്കാരൻ പറയുകയാണ്, എൻ്റെ കുഴപ്പം കൊണ്ട്, എൻ്റെ കയ്യിരിപ്പ് കൊണ്ട് നീ എന്നെ ഒത്തിരി ഒടിച്ചു. ആമേ, ചിലതൊക്കെ അങ്ങ് ഏറ്റെടുക്കണമേ. നിങ്ങളുടെ കുഴപ്പം കൊണ്ട് ചില അടിയൊക്കെ കെട്ടിയിട്ടുള്ളവരുണ്ട് എങ്കിൽ, നിങ്ങളെ കുഴപ്പം കൊണ്ട് ദൈവം ചെറിയൊരു തല്ല് തന്നിട്ടുണ്ട് എങ്കിലും അത് പൂർണ്ണമായിട്ട് പറയണം. പക്ഷെ എന്നാലും എന്നെ തല്ലി കൊന്നല്ലോ കർത്താവ് എന്ന് പറയരുത്. നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കണം, ഉല്ലസിക്കണം. നല്ലത് കേൾക്കാൻ തുടങ്ങപ്പെടുമ്പോൾ നമ്മുടെ കഷ്ടങ്ങളിലും നമുക്ക് സമാധാനം ലഭിക്കും, സ്വസ്ഥത ലഭിക്കും, ശാന്തി ലഭിക്കും, സന്തോഷം നമുക്ക് ലഭിക്കും. അപ്പോൾ നല്ലതെപ്പോഴും കേൾക്കാൻ വേണ്ടിയിട്ടാണ് സങ്കീർത്തനക്കാരൻ ആഗ്രഹിച്ചത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇന്ന് മുതൽ ദൈവം എന്നെ അനുഗ്രഹിക്കും, ഇന്ന് മുതൽ കർത്താവിൻ്റെ അനുഗ്രഹം എൻ്റെ മേൽ കടന്നു വരും. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 23 മുതലുള്ള ഭാഗങ്ങൾ വായിക്കുന്ന സമയത്ത്, യോവേൽ പ്രവചനം 2-ാം അധ്യായം 23 മുതൽ, സിയോൻ മക്കളെ ഘോഷിച്ചുല്ലസിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയിൽ സന്തോഷിപ്പിൻ. അവൻ തക്ക അളവായി നിങ്ങൾക്ക് മുൻമഴ തരുന്നു, അളവിനൊത്ത മുൻമഴ. ആമേൻ, തക്ക അളവിൽ മുൻമഴ തരുന്നു. അവൻ മുൻപേ പോലെ നിങ്ങൾക്ക് മുൻമഴയും പിന്മഴയും വർഷം തോറും നൽകും. ദൈവത്തോട് നമ്മൾ ചേർന്ന്, അവിടെയും യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിലും നിങ്ങളെ വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങൾ ദൈവത്തിങ്കലേക്ക് തിരിവിനെന്ന് പ്രവാചകൻ ആദ്യം പ്രവചിക്കുന്നു. അപ്പോൾ ഇവരെല്ലാവരുടെ മാനസാന്തരപ്പെടുന്നു, ഏറ്റുപറയുന്നു, മദ്യപാനം മാറ്റുന്നു, പുകവലി മാറ്റുന്നു, അന്യാരാധന ബന്ധങ്ങളെല്ലാം മാറ്റുന്നു. അവിടെ ഇവിടെയൊക്കെ ചാടി ഓടി നടക്കുന്ന പരിപാടികളെല്ലാം മാറ്റി നിർത്തിയിട്ട് ദൈവം അവിടെയാണോ ആക്കി വെച്ചത് അവിടെ തന്നെ നിന്ന് ആത്മാവിൽ ആരാധിക്കാമെന്ന് തീരുമാനിച്ചു. പരിശുദ്ധാത്മാവ് എവിടെയാണോ എന്നെ നട്ടത്, ഏത് മലയിലാണോ എന്നെ ആരാധിക്കാൻ വേണ്ടി ആക്കി വെച്ചത്, എവിടെയാണോ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ, ഏത് സഭയോടാണോ എന്നെ ചേർത്ത് നിർത്തിയത്, അവിടെ നിന്ന് ഞാൻ സ്തുതിക്കും, മഹത്വപ്പെടുത്തും, ആരാധിക്കുമെന്നൊക്കെ പൂർണ്ണ മനസ്സോടെ എടുത്ത സമയങ്ങളിലേക്ക് ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദത്തങ്ങളുടെ ഭാഗമായിട്ടാണ് പറഞ്ഞത്, സിയോൻ മക്കളെ ഘോഷിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയിൽ സന്തോഷിക്കും. ഇനി ദൈവത്തിൽ സന്തോഷിക്കണം. കൈയടിച്ചും പാടിയും സ്തോത്രം പറഞ്ഞും ഭക്ഷണം കഴിച്ചുമൊക്കെ നിങ്ങൾ സന്തോഷിപ്പിൻ. അവൻ തക്ക അളവായി നിങ്ങൾക്ക് മുൻമഴയും പിന്മഴയും തരും. അളവിനൊത്ത മഴ, മഴ കൂട്ടിയൊന്നും തരത്തില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ആവശ്യമനുസരിച്ച് തക്ക അളവിനുള്ള മഴ ദൈവത്തിൻ്റെ ഒരു പോളിസിയാണ്. അമിതമായാൽ അമൃതും വിഷമാണ്. കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ കൃഷി നടക്കത്തില്ല. എല്ലാം അധികമായ കയ്യിൽ നിൽക്കത്തില്ല. ദൈവം നമുക്ക് അതാത് ദിവസങ്ങളിൽ നൽകേണ്ടതൊക്കെയും നൽകിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും, ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് നിറയും. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും എന്ന് പറഞ്ഞാൽ, ഒരു കാലഘട്ടത്തിൽ വെട്ടുക്കിളി നശിപ്പിച്ചു, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ആകയാൽ ദശാംശം മാറ്റി വയ്ക്കുന്നവരിലേക്ക് ദൈവം കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണ് ഞാൻ വെട്ടുക്കിളിയെ ശാസിക്കും എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന വെട്ടുക്കിളിയും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും എന്നുള്ളത്. മലാഖി 3:11 ഞാൻ വെട്ടുക്കിളിയെ ശാസിക്കും, അത് നിങ്ങളുടെ നിലത്തിലെ അനുഭവം നശിപ്പിച്ചുകളെ, പറമ്പിലെ മുന്തിരിവിലെ. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾ ക്ഷീണിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ വേഗത്തിൽ നിർത്തിക്കൊള്ളാം. അപ്പോൾ ദൈവം പറഞ്ഞു, ഇതെല്ലാം മാറ്റിയിട്ട് ഇനി ഒരു പുതിയ ലൈഫ് ദൈവം നിങ്ങൾക്കായിട്ട് നൽകുന്നു എന്നുള്ളതിനെ കുറിച്ച് പറയുന്നത് പോലെ, ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ലൂക്കോസ് സുവിശേഷം 1-ാം വാക്യത്തിൽ, അവൻ തൻ്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ, ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. എല്ലാവരും പറഞ്ഞാട്ടെ, ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. നാളെ അമ്മയോട് പ്രാർത്ഥിക്കാനല്ല ഞാനിവിടെ പറഞ്ഞത് മറിയത്തിന് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു ഭാഗ്യവതി എന്നുള്ളൊരു സ്ഥാനമുണ്ട്. മറിയത്തിന് ദൈവം കൊടുത്തിരിക്കപ്പെടുന്ന ഒരു അവകാശമുണ്ട്.
പറഞ്ഞ ഇന്നു മുതൽ, എപ്പോൾ മുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാലിട്ട് ഞാൻ പറയാതെ നിങ്ങൾക്ക് തന്നെ അറിയാം. ഇന്നു മുതലെന്ന് ദൈവത്തിൻ്റെ ദൂതൻ വന്ന് പറഞ്ഞതിന് ശേഷം എലിസബത്തും മറിയയും തമ്മിൽ കൂടിക്കാഴ്ച കാണുമ്പോൾ യോഹന്നാൻ സ്നാപകനും യേശുവും തമ്മിലുള്ള ഒരു കൂട്ടായിട്ടുള്ളൊരു ശുശ്രൂഷാ ബന്ധം മുന്നമേ ദൈവം നിശ്ചയിച്ചത് കൊണ്ട് തന്നെ വയറ്റിൽ പിള്ള അനങ്ങിയ സമയത്തിൽ പറയുകയാണ്, ഇന്നു മുതൽ നിന്നെ സകല പേരും അവൻ ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്താൻ അവൾ പറയാനുള്ളൊരു കാരണം, എപ്പോ യേശു കർത്താവ് അവളുടെ വയറ്റിനകത്ത് വന്നുവോ, എപ്പോ യേശു എന്ന പൈതല് അവളുടെ ഉള്ളിനകത്ത് വന്നോ, ആ നിമിഷം മുതൽ അവൾ ഭാഗ്യവതിയായി. എങ്കിൽ ഇന്ന് പകൽ സമയം ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, എപ്പോ മുതൽ യേശു നിന്റെ ഹൃദയത്തിൽ വരുന്നോ ആ നിമിഷം മുതൽ നീ ഭാഗ്യവാനാണ്, നീ ഭാഗ്യവതിയാണ്. രണ്ട് കരങ്ങളെ അടിച്ച് യേശു ആരുടെയെങ്കിലും ഉള്ളിനകത്ത് വന്നിട്ടില്ലെങ്കിൽ പറ, എന്റെ ഉള്ളിൽ അപ്പൻ വരണം, എന്റെ ഉള്ളിൽ വരണം, എന്റെ ഹൃദയത്തിൽ വരണം. മറിയത്തിന്റെ ഉള്ളിൽ യേശു വന്നപ്പോൾ അവൾ ഭാഗ്യവതിയായെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, എന്റെ ഉള്ളിൽ എന്റെ അപ്പൻ കടന്നു വരുമ്പോ, എന്റെ യേശുനാഥൻ കടന്നു വരുമ്പോ ഞാനും ഭാഗ്യവാനായി തീരും. ഇതുവരെ നീ ജലസ്നാനം സ്വീകരിച്ചിട്ടില്ല എങ്കിൽ, ഇതുവരെ നീ ആത്മാവിൽ ആരാധിച്ച് തുടങ്ങിയിട്ടില്ല എങ്കിൽ, ഇതുവരെ നിന്റെ പാപത്തെ ഓർത്ത് നീ പശ്ചാത്തപിച്ചിട്ടില്ല എങ്കിൽ, ഇതുവരെ നീ സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടില്ല എങ്കിൽ, ഇന്ന് ദൈവസന്നിധിയിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നീ വെള്ളത്തിലേക്ക് ഇറങ്ങി സ്നാനം സ്വീകരിക്കുവാൻ തീരുമാനിച്ച് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിക്കുകയോ, എനിക്കൊരു നിത്യത വേണമെന്ന് ആഗ്രഹിച്ച് കൂട്ടായ്മ ആചരിച്ച് ആമീൻ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവാൻ നീ സാക്ഷ്യമുള്ളവനായിട്ട് തീരുവാൻ മനസ്സുണ്ട് എങ്കിൽ ഇന്നു മുതൽ നിന്നെയും ലോകം പറയും ഭാഗ്യവാനാണ്, നിന്നെയും ലോകം പറയും നീ ഭാഗ്യവതിയാണെന്ന്. യേശു കർത്താവ് ആരുടെ ഉള്ളിൽ വരുന്നു അവരൊക്കെ ഭാഗ്യമുള്ളവരാ, അവരൊക്കെ ഭാഗ്യത്തിൻ്റെതായിട്ടുള്ള അനുഭവങ്ങളായിരുന്നോ. ഇന്നു മുതൽ യേശു കർത്താവ് മറിയത്തിൻ്റെ ഉള്ളിൽ വന്ന അന്ന് മുതൽ അവൾക്കൊരു മാറ്റം സംഭവിച്ചു. ഏലാ താഴ്വരയിലേക്ക് കടന്നുപോയ സമയത്തിൽ ദാവീദിന് അന്ന് വരെ ആട്ടിച്ചൊക്കനായിരുന്നു, അവനെ ആർക്കും വേണ്ടാണ്ടിരുന്ന അവസ്ഥകളിലായിരുന്നു. ഈശായി ഗോത്രത്തിൽ തന്നെ മൂത്ത മക്കൾക്ക് ഗവൺമെന്റ് ജോലി ഉണ്ടായിരുന്നപ്പോൾ ഇവിടെ ഇതാ ദാവീദിന് മാത്രം ഗവൺമെന്റ് ജോലിയില്ലാതെ പുറന്തള്ളപ്പെട്ടവനായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ കടന്നു വരികയാ. ഗോലിയാത്തിനെ അവൻ എറിഞ്ഞ് തള്ളിയിട്ട അന്ന് മുതൽ ദാവീദ് മറ്റൊരു വ്യക്തിയായിട്ട് തീർന്നു. ശൗലിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി രാജകീയ പ്രൗഢിയോടുകൂടി സ്വന്തം മകളെ അവന് വിവാഹം കഴിപ്പിച്ചു. ആമേൻ. ഒരൊറ്റ നിമിഷം കൊണ്ട് ഒരു വ്യക്തിയുടെ സ്ഥിതി അങ്ങ് മാറി. ഒരൊറ്റ നിമിഷം കൊണ്ട് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയായിട്ട് മാറി. പ്രിയ സഹോദര സഹോദരി, നിന്നെ ദൈവം ഒരു നിമിഷം കൊണ്ട് നിന്നെ മറ്റൊരാളാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. ആമേൻ. ദൈവത്തിന് നിന്നെ ഇന്നത്തെ സ്ഥിതികളെ മാറ്റിയിട്ട് ദൈവത്തിനൊരു പുതിയ വ്യക്തിയാക്കി നിന്നെ മാറ്റുവാനായിട്ട് കഴിയോ. അതത്രേ എന്റെ ദൈവത്തിൻ്റെതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഭവം. ആകയാൽ ഒരു പുതിയ തുടക്ക ദാവീദിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന്റെ പിന്നിൽ ദൈവത്തിന്റെ ആത്മാവ് എപ്പോഴാണോ ദാവീദിന്റെ മേൽ കടന്നു വന്നോ ആ നിമിഷം മുതൽ ഒരു പുതിയ തുടക്കത്തിന് അവിടെ കാഴ്ചവെച്ചുവെങ്കിൽ ഈ വർഷത്തിന്റെ വാഗ്ദത്വത്തെ മാത്രം മുറുകെ പിടിച്ചാൽ പോരാ. ഈ വർഷത്തിന്റെ വാഗ്ദത്വം പുതിയ തുടക്കങ്ങളുടെ വർഷമാണ് എങ്കിൽ ഈ വാഗ്ദത്വം നിറവേറണമെങ്കിൽ യേശു കർത്താവ് വാസ്തവമായിട്ട് നിങ്ങളുടെ ഉള്ളിനകത്തുണ്ടോ ഇല്ല എങ്കിൽ മുറുകെ പിടിക്കണം. അവൻ പറഞ്ഞ വ്യവസ്ഥ അനുസരിച്ച് നീ അവനെ പിൻപറ്റുന്നുണ്ടോ ഇല്ല എങ്കിൽ മുറുകെ പിടിക്കണം. അങ്ങനെയാണെങ്കിൽ പുതിയ തുടക്കങ്ങൾ സക്സസ് ആകും. യെശയ്യാ പ്രവചനം 48:6 മുതൽ നീ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം കാണുക. ആമേൻ. പ്രസ്താവിക്കുകയല്ലോ, ഇന്നു മുതൽ ഞാൻ പുതിയത് നീ അറിയാതെ മറഞ്ഞിരിക്കുന്ന തന്നെ നിന്നെ കേൾപ്പിക്കുന്നു, ഞാനത് അറിഞ്ഞുവല്ലോ എന്ന് നീ പറയാതെ ഇരിക്കേണ്ടതിന് അന്ത് പണ്ടല്ല ഇപ്പോൾ തന്നെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നേ ദിവസത്തിന് മുമ്പേ നീ അതിനെക്കുറിച്ച് ഒന്നും കേട്ടില്ല. ഇന്നു മുതൽ ദൈവം അനുഗ്രഹിക്കുമെന്നുള്ളതാണ്. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിലേക്ക് കടക്കുന്ന സമയത്തിൽ ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. അത് പറഞ്ഞത് എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു. ഏറ്റവും ഒടുവിൽ പറയുന്നു, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അതിഷ്ടമില്ല കേൾക്കാൻ. മരണം. ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. അത് പറഞ്ഞത് എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. എന്തിനാ വാക്യം പറഞ്ഞത്? നീ കളപ്പുരയിൽ തുടങ്ങി, വയലിൽ തുടങ്ങി, വിണ്ട് കീറിയ
നശിച്ചു കിടന്ന ഡ്രൈ ലാൻഡിൽ തുടങ്ങി. വഴിയിൽ വെച്ച് നീ പിന്മാറിപ്പോകാൻ പാടില്ല. എന്തിന് നിന്റെ ഫലത്തെ ദൈവം വർദ്ധിപ്പിച്ചു? എന്തിന് നിന്റെ സാമ്പത്തിക മേഖലകളെ വർദ്ധിപ്പിച്ചു? എന്തിന് നിനക്ക് ആരോഗ്യത്തെ ദൈവം വർദ്ധിപ്പിച്ചു തന്നു? എന്തിന് ദൈവം സമാധാനവും സമൃദ്ധിയും ദൈവം തന്നു? അതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് നീ ലക്ഷ്യത്തിലേക്ക് എത്തണം. നീ നിത്യത വരെ ചെന്നെത്തണം. അല്ലാണ്ട് ഈ കളപ്പുരയിനകത്ത് ധാന്യം വർദ്ധിപ്പിച്ചിട്ട് കാര്യമില്ല. നിന്റെ കൃഷി സംരക്ഷണ മേഖലകളെ ദൈവം വർദ്ധിപ്പിച്ചിട്ട് കാര്യമില്ല. നിനക്ക് വലിയ വലിയ ഉയർച്ചകളും ഉന്നതിയും ദൈവം തന്നിട്ട് കാര്യമില്ല. പക്ഷെ നീ ലക്ഷ്യത്തിലെത്തുമെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ ദൈവം നിന്റെ ആവശ്യങ്ങളെല്ലാം നടത്തും. ഒത്തിരി പേര് ഓടിയിട്ട് തളർന്നു പോയൊരു ഓട്ടക്കളത്തിലാണ് ഞാനും നിങ്ങളും ഓടുന്നത്. ഇല്ലായ്മയുടെയും ദാരിദ്ര്യത്തിൻ്റെയും ക്ഷാമത്തിൻ്റെയും മധ്യത്തിൽ പലപ്പോഴും പലരും പിടിച്ചു നിൽക്കുന്നുവെങ്കിൽ ആമീൻ പരിധിക്കപ്പുറമായിട്ടുള്ള സമൃദ്ധിയും ഉയർച്ചയും നന്മയും കടന്നു വരപ്പെടുമ്പോൾ ആമീൻ അനുഗ്രഹിച്ച ദൈവത്തെ മറന്നിട്ട്, കരം പിടിച്ച് ഉയർത്തിയ ദൈവത്തെ മറന്നിട്ട് ലോകത്തിലേക്കും പാപത്തിലേക്കും അടിമപ്പെട്ട് ആമീൻ ലക്ഷ്യത്തിലേക്ക് എത്താതിരിക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വ്യക്തികളെ കണ്ടിട്ട് സ്വർഗം എഴുതിയിരിക്കുന്നു, ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ. നീ മരിക്കുന്നത് വരെയും നീ കർത്താവിലായിരിക്കണം. അതിൻ്റെ ഇടയിൽ നീ ലോകത്തിലായി പോകരുത്, നീ പാപത്തിലായി പോകരുത്. നിന്റെ മരണം വരെ നീ ക്രിസ്തുവിൽ തന്നെയാണോ ഇല്ലയോ എന്ന് നോക്കണം. നിനക്ക് ഇന്ന് പകൽ സമയം ഒരു തീരുമാനമെടുക്കണം. നിന്റെ സ്ഥിതിഗതികൾക്ക് മാറ്റം വരുത്തും. നീ പ്രതീക്ഷിക്കാത്ത പല വഴികളും വാതിലുകളും നിങ്ങൾക്ക് തുറക്കും. പക്ഷെ ദൈവം ഒരു ചോദിക്കുന്ന ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ? നിങ്ങൾ പറ, കർത്താവേ, മരണം വരെയും എന്റെ പപ്പയെ വിട്ട് ഞാൻ മാറത്തില്ല, എന്റെ ദൈവത്തെ വിട്ട് ഞാൻ മാറത്തില്ല, എന്റെ ദൈവത്തിന്റെ സ്നേഹം വിട്ട് ഞാൻ അകന്നു പോകത്തില്ല. എത്ര കഷ്ടം വന്നാലും ബുദ്ധിമുട്ട് വന്നാലും ഞെരുക്കം വന്നാലും പ്രയാസങ്ങൾ കടന്നു വന്നാലും ഭാരവും വേദനകളും ദുഃഖങ്ങളും വന്നാലും ഞാൻ എൻ്റെ ദൈവത്തെ വിട്ടു മാറത്തില്ല. നീ നോക്കുന്ന സമയത്തിൽ പലപ്പോഴും പല ഊനങ്ങളെ കണ്ടുപിടിക്കാൻ കഴിയും. നിങ്ങൾ ആരാധിക്കുന്ന സഭയ്ക്കെതിരായി, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മയ്ക്കെതിരായിട്ട് പിശാച് പലപ്പോഴും പല തന്ത്രങ്ങളും കോട്ടകളും ഇടുമ്പോഴും അതിൻ്റെ മധ്യത്തിൽ വീണു പോകരുത്. നീ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ഒട്ടകത്തെ ഒന്ന് നോക്കണമേ. ഈ ഒട്ടകത്തെ നോക്കുമ്പോൾ എല്ലാ ഒട്ടകത്തിനും കൂനുണ്ട്, ഒരൊറ്റ ഒട്ടകത്തിന് പോലും കൂനില്ലാതിരിക്കത്തില്ല. പക്ഷേ മരുഭൂമിയിലെ പൊള്ളൽ നിന്നെ കേൾക്കാതിരിക്കണമെങ്കിൽ ആ കൂനുള്ള ഒട്ടകത്തിലാണെങ്കിൽ ചാടി കയറിയിരുന്ന് ആമീൻ അതിലൂടെ നീ രക്ഷപ്പെടണം. അതുകൊണ്ട് ഈ ദിവസങ്ങൾ സഭയെ അളക്കുകയോ സഭയെ കുറ്റം പറയുകയോ അതിനകത്തുള്ള ചെറിയ ചെറിയ വീഴ്ചകളെ പുറത്തു കൊണ്ടുവന്നതിനെ ഉയർത്തിപ്പിടിക്കുകയല്ല. ഈ ലോകത്തിലുള്ള സകല ഒട്ടകങ്ങൾക്കും കൂനുണ്ടെങ്കിൽ ഞാൻ ആരാധിക്കുന്ന എന്റെ സഭയിൽ ചിലപ്പോൾ ചില വീഴ്ചകൾ ഉണ്ടായിരുന്നിരിക്കുക, ചില താഴ്ചകൾ ഉണ്ടായിരുന്നിരിക്കുക. പാസ്റ്ററിന്റെ വീട്ടിൽ ചിലപ്പോൾ വന്ന് കാണത്തില്ല, എന്നെ കണ്ടിട്ട് ചിരിച്ച് കാണത്തില്ല, അല്ലെങ്കിൽ എന്നെ കണ്ടിട്ട് വിശേഷം തോന്നിച്ച് കാണത്തില്ല, അല്ലെങ്കിൽ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് നൂറുകണക്കിന് പറയാൻ കഴിയില്ല. ഈ കൂനല്ല നീ നോക്കേണ്ടത്. മരുഭൂമിയിൽ നീ പൊള്ളി അമർന്നു പോകാതിരിപ്പാൻ നിനക്ക് രക്ഷപ്പെടാൻ ദൈവം ഒരു സഭ തന്നുവെങ്കിൽ ആ സഭയ്ക്കകത്ത് ചാടിക്കയറി രക്ഷപ്പെടണം. നിന്നെ പുറം തള്ളിക്കുവാൻ പിശാച് ശ്രമിക്കുമ്പോൾ, നിന്നെ പുറത്തേക്കിട്ട് നശിപ്പിക്കുവാൻ സാത്താൻ ശ്രമിക്കപ്പെടുമ്പോൾ, നിന്നെ തകർത്ത് കളയാൻ സാത്താൻ ശ്രമിക്കപ്പെടുമ്പോൾ, നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ സാത്താൻ ശ്രമിക്കുമ്പോൾ, നിന്നെ കൂട്ടം തെറ്റിക്കുവാൻ പിശാച് ശ്രമിക്കപ്പെടുമ്പോൾ, കുറ്റം പറഞ്ഞ് കുറ്റം കണ്ടുപിടിച്ച് നിന്നെ കൂട്ടം തെറ്റിച്ച് ആക്രമിക്കാൻ സാത്താൻ ശ്രമിക്കുമ്പോൾ നീ പറ, എന്റെ ദൈവം എന്നെ നാട്ടെടുത്തു നാം നിന്ന് ഫലം കായ്ക്കുമെന്ന് ദൈവത്തിന്റെ വേണ്ടിയിട്ട്